ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ബോട്ടിൽ കൊണ്ട് ഇതുപോലത്തെ ഒരു വിസ്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അല്ലേ. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം, വളരെ പെട്ടെന്ന് ഒരു കാശ് ചെലവില്ലാണ്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് നമുക്ക് കമ്പിയാണ്. ഈ കമ്പി നമുക്ക് കുറച്ച് കട്ടിയുള്ള ടൈപ്പ് ഓഫ് കമ്പി വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. നമ്മുടെ വീടുകളിലൊക്കെ ഒരുപക്ഷെ ഉണ്ടാവും ഇങ്ങനത്തെ കമ്പി, ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഇലക്ട്രിക് ഷോപ്പിലോ അങ്ങനത്തെ ഹാർഡ്വെയർ ഷോപ്പുകളിൽ നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ കമ്പി എടുത്തിട്ട് കമ്പി നമ്മൾ ആദ്യം തന്നെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു 48 സെൻറ്റിമീറ്റർ ലെങ്ത്തിലാണ് കമ്പി എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബീറ്റർ കുറച്ച് വലിയ സൈസ് ഓഫ് ബീറ്ററാണ് ഉണ്ടാക്കുന്നത്, വിസ്കാണ് ഉണ്ടാക്കുന്നത്, ബീറ്റർ അല്ല കേട്ടോ, വിസ്കാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയും എടുത്തത്. ഇനി നിങ്ങളുടെ ഇതിൽ ചെറുതാണ് വിസ്ക് വേണ്ടതെങ്കിൽ അതിൻ്റെ ലെങ്ത്ത് കുറച്ചെടുക്കാം. ഇനി ആദ്യം എടുത്ത കമ്പിയിൽ നിന്നും ഒരു 1 സെൻറ്റിമീറ്റർ കുറച്ചിട്ടാണ് നെക്സ്റ്റ് കമ്പി നമ്മൾ എടുക്കുന്നത്. കണ്ടോ, നെക്സ്റ്റ് 1 സെൻറ്റിമീറ്റർ കുറച്ചിട്ട് എടുത്തു. സെക്കൻഡ് വൺ, ഓക്കെ, തേർഡ് വൺ വന്നിട്ട് അതിനേക്കാളും 1 സെൻറ്റിമീറ്റർ കുറച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതായത് 48, 47, 46 ആണ്. നെക്സ്റ്റ് വന്നിട്ട് 1 സെൻറ്റിമീറ്റർ കുറച്ച് 45, അങ്ങനെ 1 സെൻറ്റിമീറ്റർ കുറച്ചാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, എല്ലാതും 1 സെൻറ്റിമീറ്റർ കുറച്ചിട്ട്. ഓക്കെ, മനസ്സിലായല്ലോ. ആദ്യത്തേത് 48 ആണ്, പിന്നെ 47, പിന്നെ 46, പിന്നെ 45, അങ്ങനെ 5 കമ്പികളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് 5 എണ്ണം തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ചില ബീറ്ററുകൾ 4 എണ്ണേ ഉള്ളൂ. അപ്പോൾ 4 മതിയെങ്കിൽ 4 മതി. ഞാനിപ്പോൾ ഇവിടെ 5 എണ്ണം എടുത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ കമ്പി കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഒരു ബോട്ടിൽ എടുത്തിട്ട് അതിൻ്റെ ക്യാപ്പാണ് നമുക്ക് ആവശ്യം. ക്യാപ്പ് എടുത്തിട്ട് ഇതിൽ ഒരു 5 കമ്പിയാണല്ലോ എടുത്തത്, അപ്പോൾ ഈക്വൽ സൈസിൽ നമ്മളൊരു 10 മാർക്കിങ്സ് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, 4 കമ്പിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 8 എണ്ണം മതി. അതായത് എത്ര കമ്പി എടുക്കുന്നു അതിൻ്റെ ഡബിൾ സൈസിൽ. അപ്പോൾ അതാ നമ്മളിവിടെ ഒരു 10 മാർക്കിങ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈക്വൽ ആയിരിക്കണം കേട്ടോ, എല്ലാതും ഓപ്പോസിറ്റ് വരുന്ന വിധത്തിൽ വേണം മാർക്ക് ചെയ്യാനായിട്ട്. അതിനുശേഷം ഒരു ക്യാൻഡിൽ എടുത്തിട്ട് അതിൽ നീഡിൽ ചൂടാക്കുക. നീഡിലാണ് കുറച്ചുകൂടെ നല്ലത്, ഈസി ആയിട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ ഈ കമ്പി തന്നെ ചൂടാക്കിയാലും മതി. നീഡിൽ ചൂടാക്കിയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത ആ മാർക്കിങ്സിലൊക്കെ നമുക്കിതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഒരുപാട് വലിയ ഹോൾസ് വരരുത്, ചെറിയ ഹോൾസാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ നീഡിൽ ചൂടാക്കി വെച്ചിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാതും എടുത്തിട്ട് ഒരു 10 മാർക്കിങ് കൊടുത്തെടുത്തും ഹോൾ ഇട്ടെടുക്കുക. അപ്പോൾ അതാ ഇവിടെ ആ 10 എണ്ണത്തിൽ നമ്മൾ ഹോൾ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെടുത്ത് നമ്മുടെ 5 കമ്പികളുണ്ടല്ലോ, ആ കമ്പി എടുക്കുക. എന്നിട്ട് എല്ലാ എൻഡുകളും കൂടെ ഒന്നിച്ച് ഒരേ ലെവലിൽ ഇതുപോലെ പിടിക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് ഇതുപോലെ പിടിച്ചിട്ട് ഏറ്റവും ചെറുതാണ് നമുക്ക് ഫസ്റ്റ് എടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. എല്ലാം പിടിച്ചിട്ട് ഈ എൻഡ് നോക്കുമ്പോൾ അതിൽ നമുക്ക് ഏറ്റവും ചെറിയ കമ്പി കിട്ടും. അപ്പോൾ ഈ ഏറ്റവും ചെറിയ കമ്പി നമ്മൾ അതിൽ നിന്ന് എടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പോ എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് ടൈപ്പിലുള്ള എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് വളച്ചു കൊടുക്കുക. അതായത് ഒരു യു ഷേപ്പിൽ നമുക്ക് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും വലിയ ഭാഗം എടുക്കാതെ അതിലെ കുറച്ച് ചെറിയ ഭാഗത്തെടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതുപോലെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഹോളിൽ കമ്പിയുടെ ഒരു എൻഡ് കയറ്റി. ഓക്കെ, അതിനുശേഷം ആദ്യം ആ കമ്പി കയറ്റിയതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റുള്ള ആ ഹോളിലോട്ട് അടുത്ത എൻഡ് കയറ്റി കൊടുക്കുക. കണ്ടോ, ഇതുപോലെ കയറ്റുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ ആക്കി വെക്കുക. ഇനി നമ്മൾ നെക്സ്റ്റ് ബാക്കി 4 കമ്പികൾ നമ്മുടെ കയ്യിലുണ്ടല്ലോ, ഈ 4 എണ്ണത്തിനും നമ്മൾ സെയിം പോലെ തന്നെ ഒരു എൻഡ് നമ്മൾ കൂട്ടിപ്പിടിക്കുക. എന്നിട്ട് കറക്റ്റാക്കി വെച്ചിട്ട് അതിൽ നിന്ന് ഏറ്റവും ചെറിയ കമ്പി നമ്മൾ എടുക്കാം. കണ്ടോ, അതിലെ ഏറ്റവും ചെറിയ കമ്പി, 4 എണ്ണത്തിലെ ഏറ്റവും ചെറിയ കമ്പി എടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബോട്ടിലോട്ട് നമ്മൾ വെച്ച് കൊടുക്കാം. ഓക്കെ, ഇതുപോലെ ബോട്ടിൽ വെച്ച് കൊടുത്തു. എന്നിട്ട് ഇതിനെ ഒന്ന് വളച്ചെടുത്തു. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ നമ്മൾ വളച്ചെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആദ്യം ഇട്ട കമ്പിയുടെ തൊട്ടടുത്ത ഹോളിൽ ഇപ്പോൾ വളച്ച കമ്പിയുടെ ഒരു എൻഡ് വെച്ച് കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഈ കമ്പി നമ്മൾ നേരത്തെ വെച്ച കമ്പിയുടെ മുകളിലൂടെ എടുത്തിട്ട് ആ ഹോളിൻ്റെയും ഓപ്പോസിറ്റ് ഇതിൽ നമ്മളിപ്പോൾ കമ്പി ഇട്ടതിൻ്റെ ഓപ്പോസിറ്റിലുണ്ടല്ലോ, അപ്പോൾ അത് ഏകദേശം ആദ്യത്തെ കമ്പിയുടെ തൊട്ടടുത്തായിട്ടാകും വരിക. അത് രണ്ടും നോക്കണം, ഓപ്പോസിറ്റ് ആണോ എന്നും നോക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ 3 കമ്പികളും ഇട്ട് കൊടുത്തു. എല്ലാം മുകളിലാണ് വരേണ്ടത്, താഴോട്ട് വരരുത്, അത് ശ്രദ്ധിക്കണം. ഇനി ലാസ്റ്റ് കമ്പി, ഏറ്റവും ലാസ്റ്റ് ഹോളിൽ നമ്മൾ ഇട്ട് കൊടുത്തു. ഏറ്റവും വലിയ കമ്പിയാണ് നമ്മൾ ഇടുന്നത്. അത് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് അതും എല്ലാത്തിൻ്റെയും മുകളിലൂടെ എടുത്തിട്ട് കറക്റ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആ ഒരു ഹോളിലൂടെ നമ്മളിതാ ഇതുപോലെ
ഇറക്കി കൊടുക്കണം. അപ്പോൾ 4 കമ്പികളും ഇറക്കി കൊടുത്തു. ഏറ്റവും ചെറുത് തുടങ്ങി ഏറ്റവും വലുത് വരെ. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ എൻഡുകളെല്ലാം കൂടെ കൂട്ടി ഇങ്ങനെ പിടിക്കുകയാണ്. കൂട്ടി പിടിച്ചതിന് ശേഷം ആ ക്യാപ്പ് നമ്മൾ ഏകദേശം എവിടെയാണോ ടൈറ്റ് ആവുന്നതെന്ന് വെച്ചാൽ അവിടെ വരെ ഒന്ന് കയറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ കമ്പികളെല്ലാം കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. പ്ലെയറോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് കുറച്ച് ഇതായിട്ട് നിന്നോളും, മൂവ് ചെയ്യാതെ നിന്നോളും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കമ്പി എടുത്തിട്ട് അതിനിങ്ങനെ ചുറ്റി കൊടുക്കുക. കണ്ടോ? അപ്പോൾ അത് ചുറ്റി കൊടുക്കുമ്പോൾ തീരെ മൂവ് ആവാതെ നല്ല ഭംഗിയായിട്ട് വരും. നമ്മുടെ വിസ്കുകൾ കണ്ടറിയാം ഇവിടെ ഇങ്ങനെ ചുറ്റിയിട്ടാണ് ഇരിക്കുക. കണ്ടോ? നമ്മുടെ ഇപ്പോൾ വിസ്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇങ്ങനെ തന്നെ യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഇതല്ലെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയാക്കി ഡെക്കറേറ്റീവ് ആയിട്ട് എടുക്കണമെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും നമ്മുടെ സ്പൂണിൻ്റെയോ അങ്ങനെയുള്ള സംഭവങ്ങളുടെ സ്പാറ്റുലയുടെയൊക്കെ ഹാൻഡിൽ പൊട്ടിയതുണ്ടാവുമല്ലോ, അപ്പോൾ അത് എടുക്കാം. അപ്പോൾ ഇതൊരു ഹാൻഡിൽ പൊട്ടിയതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് ഞാനിപ്പോൾ ഇതിങ്ങനെ റിമൂവ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് ഫിക്സ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഓഫ് ഒരു ഹാൻഡിലാണ്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് വെച്ച് അതിനങ്ങ് ഉറപ്പിച്ച് കൊടുത്തിട്ട് നമ്മളിപ്പോൾ നന്നായിട്ട് അവിടെ ഒന്ന് ആദ്യം ഫിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഹാൻഡിൽ അല്ലെങ്കിൽ ഉള്ളിൽ എങ്ങനെയാണ് ഗ്ലൂ ആണോ അങ്ങനെയാണ് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഗ്ലൂ എന്തെങ്കിലും ഇട്ടിട്ട് ഇതിനെങ്ങനെ വെച്ച് കൊടുത്താൽ മതി. കണ്ടോ? അപ്പോൾ നമ്മുടെ ബീറ്റർ ഇവിടെ ഇങ്ങനെയും നമുക്ക് റെഡിയാക്കി എടുക്കാം. കണ്ടോ? ഇത്രയും ഈസി ആയിട്ട് നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റും. ഇനി അതൊന്നും വേണമെന്നില്ല, അതില്ലാതെ നമുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ബോട്ടിലിൻ്റെ ഉള്ളിൽ ഒരു ഹാൻഡിൽ പോലെ വേറെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ബോട്ടിലിൻ്റെ ഉള്ളിലിട്ടിട്ട് ചെയ്യാം. പക്ഷേ ഇത് ഞാൻ അത്രയായിട്ട് പ്രിഫർ ചെയ്യുന്നില്ല. ഇത് എനിക്ക് അത്ര കൈക്ക് അത്ര സുഖമായിട്ട് തോന്നിയില്ല കേട്ടോ, ബോട്ടിലിൻ്റെ ഉള്ളിലിട്ടിട്ട്. മറ്റേ 2 മെത്തേഡ് നല്ലതാണ്. ബോട്ടിലിടുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അതിങ്ങനെ ഷെയ്ക്ക് ആവും. അതുകൊണ്ട് ഇത് നമ്മൾ വളച്ച് വെച്ചിട്ട് ഫിക്സ് ആക്കി കൊടുക്കണം. നന്നായിട്ട് ഉറപ്പിച്ച് ഇറങ്ങാത്ത പോലെ വെച്ച് കൊടുക്കണം. വെച്ച് കൊടുത്തിട്ട് ഗ്ലൂ എന്തെങ്കിലും ഇട്ട് അവിടെ ഉറപ്പിച്ചതിന് ശേഷം വേണം നമ്മളിത് ബോട്ടിലിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട്, ഇപ്പോൾ ഞാൻ ചെയ്യുന്നില്ല കേട്ടോ, ഇട്ടിട്ട് ഇതുപോലെ ക്ലോസ് ചെയ്തിട്ട് ഇതാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാനിപ്പോൾ ഇങ്ങനെയല്ല ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇത് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം എടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഹാൻഡിലില്ലാതെ ആക്കി കാണിച്ചു തരാം. ഹാൻഡിലില്ലാതെ ഞാൻ ഹാൻഡിലെടുത്ത് റിമൂവ് ചെയ്തു. എന്നിട്ട് ഞാൻ വിസ്ക് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സൗണ്ട് കേട്ടിട്ടുണ്ടാവും. അത് നന്നായിട്ട് വിസ്ക് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് പതഞ്ഞ് വരുന്നത് കണ്ടോ. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഇതിപ്പോൾ ഹാൻഡിൽസ് ഒന്നും വേണമെന്നില്ല, ചുമ്മാ ഇത് വെച്ചിട്ടായാലും ഇങ്ങനെ ചെയ്യാം. നമുക്ക് ഇങ്ങനെ നമ്മുടെ വിസ്കിൻ്റേതായ എല്ലാ യൂസും നമുക്കിത് നടക്കും. ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഹാൻഡിൽസ് നമുക്ക് നല്ല ഡെക്കറേറ്റീവ് ഒക്കെ ആക്കണമെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്യാം. നമ്മുടെ മുകളിലത്തെ കമ്പി പെയിൻറ്റ് ചെയ്യരുത്, ബാക്കി ഭാഗങ്ങളൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് നമുക്ക് ഡിസൈനൊക്കെ കൊടുത്തെടുത്തു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. അതല്ലെങ്കിൽ നമ്മുടെ ഹാൻഡിലിന് ഡിസൈൻ ഉണ്ടെങ്കിൽ അങ്ങനെ ആയാലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഡിസൈൻ ചെയ്തതാണ്. ഒരെണ്ണം ഓൾറെഡി ഉള്ള സ്പാറ്റിൽ പൊട്ടിപ്പോയതിൻ്റെ ഇതുമ്മ വെച്ചതാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഭംഗിയാക്കി എടുക്കാം. ഇതിപ്പോൾ നമ്മളൊരു കളേർഡ് വയർ ഇതുപോലെ മേടിക്കാൻ കിട്ടുന്നതാണ് കമ്പി. എന്നിട്ട് പഴയൊരു കയ്യിൽ പൊട്ടിയതുണ്ടായിരുന്നു, അതിൻ്റെ ഹാൻഡിലുമ്പോൾ ഞാൻ ഫിക്സ് ചെയ്തിട്ട് സെയിം മെത്തേഡിൽ തന്നെ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇട്ടത്. അപ്പോൾ ഇതുപോലെ ഭംഗിയാക്കി നമുക്ക് ചെയ്തെടുക്കാം. അപ്പം ഇങ്ങനത്തെ കമ്പി ഇല്ല അല്ലെങ്കിൽ ഇങ്ങനത്തെ ഹാൻഡിലില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഹാൻഡിലുമ്പോൾ കളറൊക്കെ ചെയ്തെടുത്താൽ മതി. ക്യാപ്പ് വെച്ചിട്ട് കളർ ചെയ്തെടുത്തിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കും. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ഓൾ എന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണേ. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ, അല്ലെങ്കിൽ വരില്ല കേട്ടോ. പലരും നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ലെന്ന് പറയുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.